ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഇവിടെ കർക്കിടക വാവാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുകയാണ്. തറവാട് ഇവിടെ അല്ലെങ്കിലും പൊതുവെ ഇവിടെയാണ് എപ്പോഴും വാവ് വെക്കാറുള്ളത്. അതായത് അച്ഛനും വല്യമ്മയും അങ്ങനെയൊക്കെ ഒരിക്കലെടുത്ത് അങ്ങനെ ചെയ്യുന്നത്. അവർക്ക് രാവിലെ തന്നെ പോയി ബലിയൊക്കെ ഇട്ടു. ഇവിടെ പൊതുവെ കണ്ണൂർ ജില്ലയിൽ എനിക്ക് തോന്നുന്നു തൃച്ചംബരം, പയ്യാമ്പലം അങ്ങനെ കുറേ സ്ഥലത്ത് ബലിയിടാറുണ്ട്. അച്ഛൻ പക്ഷേ ഇവിടെ നമ്മൾ അടുത്തുള്ളൊരു അഗസ്ത്യ ക്ഷേത്രമുണ്ട്, അവിടെ പോയിട്ടാണ് ബലിയൊക്കെ ഇട്ടത്. അങ്ങനെ വലിയ രീതിയിലുള്ള വിഭവങ്ങളൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് കറികൾ മാത്രമേ ആക്കുന്നുള്ളൂ. ബാക്കി പായസവും അങ്ങനെയൊക്കെ എൻ്റെയും വല്യമ്മയൊക്കെ കൊണ്ടുവരും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അമ്മ ബലിയിടാൻ പോയതുകൊണ്ട് ലേറ്റായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ മാത്രമായിരുന്നു ഫുൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അഞ്ജുനാണെങ്കിൽ പീരീഡ്സൊക്കെ ആയിട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അമ്മയാക്കുന്നതിൽ ഭയങ്കര ടേസ്റ്റുള്ള റൈറ്റാണ് പച്ചടി. പക്ഷെ ഇന്ന് ഞാനായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അമ്മയാക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, വേറൊരു കറികളില്ലെങ്കിലും എനിക്കിത് മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ പറ്റും. ശരിക്കും ഈ പച്ചടി ആക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കുള്ള കാര്യമല്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ആദ്യം നമ്മൾ കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് അരച്ചിട്ട് തൈര് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കുക മാത്രമേ വേണ്ടൂ. എല്ലായിടത്തും വറവ് എന്നാണോ പറയാമെന്നറിയില്ല. ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് പച്ചമുളക് കൂടി ചേർത്തതിന് ശേഷം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഇച്ചിരി ഒരു തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പം അത് ഈ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ്. അമ്മ ആക്കുമ്പോൾ ഇതിൽ വറ്റൽമുളക് ചേർക്കാറില്ല. അതുകൊണ്ട് ഞാൻ ആക്കിയ വറ്റൽമുളക് എടുത്ത് മാറ്റി അതിലേക്ക് സാധാ പച്ചമുളക് അരിഞ്ഞ് ചേർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അമ്മ ആക്കുന്ന ഭയങ്കര ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചിക്കൻ കറിയും മത്സ്യം മുളകിട്ടതും പയറ് വറവും പച്ചടി, പിന്നെ പപ്പടം, പരിപ്പ് കറി, പായസം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പായസം വല്യമ്മയായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. പൊതുവേ ഞാൻ എപ്പോഴും രാവിലെയാണ് ജിമ്മിന് പോകാറ്. ഇന്ന് പിന്നെ വാവിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് വൈകിട്ടാണ് പോയത്. പോയി വന്നതിന് ശേഷം എപ്പോഴും ഞാൻ പുഴുങ്ങിയ മുട്ടയും പഴമാണ് കഴിക്കാറ്. രാവിലെ ആണെങ്കിൽ പോകുന്നതിന് മുന്നെയാണ് പൊതുവേ കഴിക്കുക. അപ്പം നമ്മൾ അകത്ത് വെച്ച് കൊടുക്കുമ്പം ഏകദേശം 7 മണിയൊക്കെ ആയിരുന്നു. അച്ഛനാണ് ഇവിടെ പൊതുവേ വെച്ച് കൊടുക്കാറുള്ളത്. അപ്പം ഇന്ന് അത്രയ്ക്കേ ഉള്ളൂ. ബായ്.